നമസ്കാരം. ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇനി ഇതിനകത്ത് വളരെ പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ് മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം. നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന മോഡ്സ് ഉണ്ട്. 3 മെത്തേഡ്സിൽ കൂടിയാണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ പ്രോഡക്റ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ ഇൻകം മെത്തേഡ്, തേർഡ് വൺ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയാവുന്ന കാര്യങ്ങളാണ് പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡ് എങ്ങനെയാണ് പ്രോഡക്റ്റ് മെത്തേഡിൽ കൂടി നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതെന്ന് ചോദിച്ചാൽ, പ്രോഡക്റ്റ് മെത്തേഡിൽ കൂടി നമ്മൾ എടുക്കുന്നത് ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിംഗ് എ ഇയർ. ഒരു വർഷത്തിൽ ഒരു രാജ്യത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ വാല്യൂ ആണ് നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡിൽ കൂടി ദേശീയ വരുമാനം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇൻകം മെത്തേഡ് ഉണ്ട്. ഇൻകം മെത്തേഡ് എന്ന് വെച്ചാൽ സിറ്റിസൺസ് ഉണ്ട്, രാജ്യത്തെ സിറ്റിസൺസ് പൗരന്മാർക്ക് ലഭിക്കുന്ന നെറ്റ് ഇൻകം, ടോട്ടൽ ഇൻകം, അവർ റിസീവ് ചെയ്യുന്ന ടോട്ടൽ ഇൻകത്തിൽ കൂടിയാണ് നമ്മൾ ഇൻകം മെത്തേഡിൽ കൂടി ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ കൺസപ്ഷൻ മെത്തേഡ് ആണ്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ സൊസൈറ്റി ഇൻ എ പർട്ടിക്കുലർ ഇയർ. ഒരു പ്രത്യേക വർഷത്തിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത വർഷത്തിൽ നമുക്കുണ്ടാവുന്ന ഒരു രാജ്യത്തിനുണ്ടാവുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ കൂടെയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ കൂടി ദേശീയ വരുമാനം നമ്മൾ കണക്കാക്കുന്നത്. അപ്പം 3 മെത്തേഡാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്: പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡിൽ കൂടി ടോട്ടൽ പ്രൊഡക്ഷൻ ആണ്, ഗുഡ്സ് ആൻഡ് സർവീസസ്, ഫൈനൽ വാല്യൂ ഓഫ് ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്. അതുപോലെ തന്നെ ഇൻകം മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്കുണ്ടാവുന്ന മൊത്തത്തിലുള്ള വരുമാനത്തിൽ കൂടെയാണ് ഇൻകം മെത്തേഡിൽ കൂടി നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു രാജ്യത്തെ ഒരു സൊസൈറ്റിക്ക് ഒരു വർഷം ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ ചെലവിനെ ആശ്രയിച്ചാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ കൂടി നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം 3 മോഡ്സ് ആണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ ഇന്ത്യയിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് പ്രോഡക്റ്റ് മെത്തേഡ് ആൻഡ് ഇൻകം മെത്തേഡ് ആണ്. ഇന്ത്യയിലെ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പ്രോഡക്റ്റ് മെത്തേഡിന്റെയും ഇൻകം മെത്തേഡിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം എന്നുള്ളതിൽ പറയാനുള്ളത്. ഇതൊക്കെ മെയിൻ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് PSC, UPSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് നോട്ടബിൾ എക്കണോമിസ്റ്റുകളുണ്ട്, സാമ്പത്തിക വിദഗ്ധന്മാരുണ്ട്. അവര് ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം കൊളോണിയൽ പീരീഡിൽ ബ്രിട്ടീഷ് റൂളിന്റെ സമയത്ത് കൊളോണിയൽ പീരീഡിൽ ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത കുറച്ച് നോട്ടബിൾ എക്കണോമിസ്റ്റുകളുണ്ട്. അവരുടെ പേരെന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ നമുക്ക് പറയാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, ദാദാഭായ് നവറോജിയാണ്. നെക്സ്റ്റ് വില്യം ഡിഗ്ബി. മൂന്നാമത്തെ ആള് ഫിൻലെ ഷിറാസ്. അടുത്തത് VK റാവു. അഞ്ചാമത്തത് വാഡിയ ആൻഡ് ജോഷി. അപ്പൊ ഇത്രയും നോട്ടബിൾ എക്കണോമിസ്റ്റുകളാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം കൊളോണിയൽ പീരീഡിൽ കണക്കാക്കിയത്. ഇതിൽ ദാദാഭായ് നവറോജിയാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയത്. എന്നാൽ VK റാവു ആണ് ഫസ്റ്റ് സയന്റിഫിക് മെത്തേഡ് ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് സയന്റിഫിക് മെത്തേഡ് സ്വീകരിച്ചത് VK റാവു ആണ്. അപ്പം നോട്ടബിൾ എക്കണോമിസ്റ്റ് ആണ്. 5 പേരാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതിൽ ആദ്യത്തെ ആള് ദാദാഭായ് നവറോജി, വില്യം ദിഗ്ബി, ഫിൻലെ ഷിറാസ്, VK റാവു, വാഡിയ ആൻഡ് ജോഷി. അപ്പം ഇത്രയും പേരുടെ പേരുകളാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അത് ഓർത്തിരിക്കണം, പഠിച്ചു വെച്ചിരിക്കണം. പ്രധാനമായിട്ടും ദാദാഭായ് നവറോജിയാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയത്. പിന്നെ ഫസ്റ്റ് സയന്റിഫിക് അറ്റംപ്റ്റ് നടത്തിയത് VK റാവു ആണ്. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്, നമ്മളെ ബ്രിട്ടീഷുകാർ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയെ ബ്രിട്ടീഷുകാർ ഇൻഡസ്ട്രിയലൈസ് ചെയ്തിരുന്നു, സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻഡസ്ട്രിയലൈസ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഇവിടെയുള്ള ഗ്രോയിങ് ഇൻഡസ്ട്രീസിനെയൊക്കെ അവർ നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തപ്പം അവരുടെ ആ ഒരു 2 ഫോൾഡ് മോട്ടീവ്സ് ഉണ്ടായിരുന്നു. അത് മെയിൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ, അതായത് പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ സിസ്റ്റമാറ്റിക് ഇൻഡസ്ട്രിയലൈസേഷന്റെ 2 ഫോൾഡ് മോട്ടീവ് എന്തായിരുന്നു എന്നാണ്. അത് നമ്മളെ എങ്ങനെ ബാധിച്ചു, അവരുടെ മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അവർക്ക് 2 മോട്ടീവായിരുന്നുള്ളത്, 2 ഫോൾഡ് മോട്ടീവ്സ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർക്ക്
പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയെ ഡീഇൻഡസ്ട്രിയലൈസ് ചെയ്യുന്നതിൽ 2 മോട്ടീവ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം മേക്കിംഗ് ഇന്ത്യ എ സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽ. ഇന്ത്യയെ അവരുടെ ഫ്ലറിഷിംഗ് ഇൻഡസ്ട്രീസ്, അതായത് ബ്രിട്ടനിലെ അവരുടെ ഫ്ലറിഷിംഗ് ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ഒരു കൺട്രി ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ മോട്ടീവ്. മിയർ സപ്ലയർ ആക്കുക. നമ്മുടെ രാജ്യത്ത് ഒരുപാട് റോ മെറ്റീരിയൽസ് ലഭ്യമാണ്. ബ്രിട്ടനിലെ ഫ്ലറിഷിംഗ് ഇൻഡസ്ട്രിക്ക് ആവശ്യമായ അവരുടെ ഇൻഡസ്ട്രിയൽ ബേസ് നിലനിർത്താൻ ആവശ്യമായ റോ മെറ്റീരിയൽസ് ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സപ്ലയർ ആയിട്ട്, മിയർ സപ്ലയർ ആക്കി മാറ്റി ഇന്ത്യയെ. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തു, നമ്മുടെ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് അവർ ചീപ്പ് റേറ്റിൽ റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്തു. ചീപ്പ് റേറ്റിൽ റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്തിട്ട് അവരെ ഫോഴ്സ് ചെയ്യുകയാണ്. ഇവിടെ നമുക്കറിയാം ഒരുപാട് ലഹളകളും കാര്യങ്ങളും നമ്മുടെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ ഫാമേഴ്സിന്റെ ഇതിന്റെയൊക്കെ പിന്നില് ഇവരുടെ ഈ മോട്ടീവ്സ് ആയിരുന്നു. അതായത് ഇവർക്ക് ഇവിടെ നിന്ന് ചീപ്പ് റേറ്റിൽ റോ മെറ്റീരിയൽസ് വേണം. അതുകൊണ്ട് നമ്മുടെ ഫാമേഴ്സിനെ അവർ ഫോഴ്സ് ചെയ്യുകയാണ്. നീലം കർഷകരുടെ സമരമൊക്കെ നമുക്കറിയാം. അപ്പൊ നമ്മുടെ ഫാമേഴ്സിന് അവർ ചീപ്പ് റേറ്റിൽ അവരുടെ ഇൻഡസ്ട്രിയൽ ബേസിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ കർഷകരെ അവർ ഫോഴ്സ് ചെയ്യായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ അവരുടെ മോട്ടീവായിരുന്നു ഇന്ത്യയെ അവർക്ക് ചീപ്പായിട്ടുള്ള റോ മെറ്റീരിയൽസിന്റെ ഒരു സപ്ലയർ ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ ഒന്നാമത്തെ മോട്ടീവ്. രണ്ടാമത്തെ മോട്ടീവ് എന്ന് വെച്ചാൽ യൂസിങ് ഇന്ത്യയെ മാർക്കറ്റ് ഫോർ ഫിനിഷ്ഡ് ഗുഡ്സ്. ഇന്ത്യയെ അവരുടെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഒരു മാർക്കറ്റാക്കി മാറ്റുക. മനസ്സിലായോ? നമ്മുടെ റോ മെറ്റീരിയൽസ് ഇവിടുന്ന് കൊണ്ടുപോകുന്നു, അവരെന്ത് ചെയ്യുന്നു, ബ്രിട്ടനിൽ അവരുടെ ഇൻഡസ്ട്രിയിൽ കൂടി അത് പ്രോഡക്ട്സ് ആക്കി മാറ്റുന്നു. അവിടുന്നുള്ള ആ ഫിനിഷ്ഡ് ഗുഡ്സിനെ അവർ വീണ്ടും ഇന്ത്യയിൽ എത്തിക്കുന്നു, ഇന്ത്യയെ അവരുടെ ഒരു മാർക്കറ്റാക്കി മാറ്റുന്നു. അപ്പം അവർക്ക് വേണ്ടത് രണ്ടാമത്തെ അവരുടെ മോട്ടീവ്സ് എന്ന് വെച്ചാൽ അവരുടെ ബ്രിട്ടനിലെ ഫിനിഷ്ഡ് ഗുഡ്സിനെ ഇവിടെ കൊണ്ടുവന്ന് മാർക്കറ്റാക്കി അവരുടെ ഇൻഡസ്ട്രീസ് അവിടെ തഴച്ചു വളർത്തുക എന്നുള്ളതായിരുന്നു അവരുടെ രണ്ടാമത്തെ മോട്ടീവ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് നമ്മളെ റിസൾട്ട് ചെയ്തു. നമുക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടായത്. അതായത് നമ്മളെ നന്നായിട്ട് അഫക്റ്റ് ചെയ്തു. അതായത് നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് സെക്ടർ, നമ്മുടെ ഇന്ത്യയിൽ വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന ഹാൻഡിക്രാഫ്റ്റ് സെക്ടേഴ്സ് ഉണ്ട്. ആ സെക്ടേഴ്സിന്റെ നാശത്തിലേക്കാണ് ഇത് വഴിതെളിച്ചത്. അതുവഴി മാസീവ് അൺഎംപ്ലോയ്മെന്റ്, ഇവിടെ തൊഴിലില്ലായ്മ സൃഷ്ടിച്ചെടുക്കാനും അവർക്ക് കഴിഞ്ഞു. നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി, അതായത് നമ്മുടെ കൈത്തൊഴിലുകളാണ്, നമ്മുടെ കൈത്തൊഴിലുകളൊക്കെ അവർ നശിപ്പിച്ചു. അതായത് നമ്മുടെ ഇവിടുന്ന് ആളുകൾ ഒരു ദിവസം ഇരുന്നുണ്ടാക്കുന്ന പ്രോഡക്ട്സിന് അത്യാവശ്യം വില കൊടുക്കേണ്ടി വരും. പക്ഷെ മെഷീൻ മെയ്ഡ് പ്രോഡക്ട്സ് ആണ് ബ്രിട്ടനിൽ നിന്ന് വരുന്നത്. ബ്രിട്ടനിൽ നിന്ന് വരുന്ന മെഷീൻ മെയ്ഡ് പ്രോഡക്ട്സിന് ചീപ്പ് റേറ്റ് ആയിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ. അതായത് നമ്മുടെ ഹാൻഡിക്രാഫ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് മെഷീൻ മെയ്ഡ് പ്രോഡക്ട്സ് പുറത്തുനിന്ന് കിട്ടുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും ആ കുറഞ്ഞ വിലയുടെ സാധനമല്ല വാങ്ങുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി അവർ ഡിസ്ട്രക്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഇവിടെ മാസീവ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാക്കുകയും ചെയ്തു. അപ്പൊ ഇതായിരുന്നു ബ്രിട്ടീഷുകാര് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയെ എന്താണ് അവർ ഡീ ഇൻഡസ്ട്രിയലൈസ് ചെയ്തത് എങ്ങനെയാണ്, സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്ത്യയെ ഡീ ഇൻഡസ്ട്രിയലൈസ് ചെയ്തത് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അവരുടെ 2 മെയിൻ മോട്ടീവ്സ് ആയിരുന്നു ഇന്ത്യയെ അവരുടെ ഒരു സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽസ് ആക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഇന്ത്യയെ അവരുടെ ഒരു മാർക്കറ്റ് ആക്കുക, അവരുടെ ഫിനിഷ്ഡ് പ്രോഡക്ട്സിന്റെ മാർക്കറ്റാക്കി മാറ്റുക എന്നുള്ളതും. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഗിനി കോഎഫിഷ്യന്റ് ആണ്. ഗിനി കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഗിനി ഇൻഡെക്സ് എന്നൊക്കെ അറിയപ്പെടും. അത് നമ്മുടെ പോപ്പുലേഷനിലെ ഒരു രാജ്യത്തെ ജനതയുടെ ഇൻകത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അവർക്കിടയിൽ വരുമാനം, അവർക്കിടയിൽ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻഡെക്സ് ആണ് ഗിനി ഇൻഡെക്സ്. എക്കണോമിക് ഇൻഇക്വാളിറ്റി, അതായത് എല്ലാവരുടെയും കയ്യിൽ ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ സാമ്പത്തികം ഉള്ളത്. അപ്പം ആ എക്കണോമിക് ഇൻഇക്വാലിറ്റിയെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് ഗിനി ഇൻഡെക്സ്. ഈ ഗിനി ഇൻഡെക്സിലെ കോഎഫിഷ്യന്റ് റേഞ്ച് ചെയ്യുന്നത് 0 to 1 ആണ്. 0 to 1 ആണ് അതിനകത്തെ കോഎഫിഷ്യന്റ് റേഞ്ച്. അതിൽ 0 റെപ്രസെന്റ് ചെയ്യുന്നത് പെർഫെക്റ്റ് ഇക്വാലിറ്റി ആണ്. അപ്പോൾ ഒരു ഗിനി കോഎഫിഷ്യന്റ് ഇൻഡെക്സിൽ 0 ആണ് റേഞ്ച് ആയിട്ട് കാണിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ രാജ്യത്തെ ഇൻകത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ പെർഫെക്റ്റ് ആണ്, ഈക്വൽ ആയിട്ടാണ് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ്. എന്നാൽ 1 ആണ് കാണിക്കുന്നതെങ്കിൽ, 1 ആണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉള്ളത് പെർഫെക്റ്റ് ഇൻഇക്വാലിറ്റി ആണ്. അവിടെ ഇൻകം പെർഫെക്റ്റ് ആയിട്ടല്ല, അവിടെ പെർഫെക്റ്റ് ആയിട്ട് ഇൻഇക്വാലിറ്റി ആണ് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ
ഇതിനെ വിഷ്വലൈസ് ചെയ്യാൻ, ഈ ഗിനി കോഎഫിഷ്യന്റിനെ വിഷ്വലൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ലോറൻസ് കർവ് ആണ്. ലോറൻസ് കർവ് ഫാക്ച്വൽ പോയിന്റ് ആണ്, പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിക്കാം. ഗിനി കോഎഫിഷ്യന്റിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കർവ് ആണ് ലോറൻസ് കർവ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് മെയിൻസ് പരീക്ഷയ്ക്കും ചോദിക്കാം വാട്ട് ഈസ് ഗിനി കോഎഫിഷ്യന്റ് ഓർ വാട്ട് ഈസ് ഗിനി ഇൻഡെക്സ് എന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, പഠിച്ചിരിക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത് 1990-ലാണ്. യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എല്ലാ വർഷവും 1990 മുതൽ എല്ലാ വർഷവും യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇത് ഡെവലപ്പ് ചെയ്തത്, അത് നല്ല ക്വസ്റ്റ്യൻ ആണ്, അത് ഡെവലപ്പ് ചെയ്തത് അണ്ടർ ദ ഏബിൾ ഗൈഡൻസ് ഓഫ് പാകിസ്ഥാനി എക്കണോമിസ്റ്റ് മെഹബൂബുൽ ഹക്ക് ആൻഡ് ഇന്ത്യൻ എക്കണോമിസ്റ്റ് അമർത്യ സെൻ. ഇന്ത്യൻ എക്കണോമിസ്റ്റായ അമർത്യ സെന്നും പാകിസ്ഥാനി എക്കണോമിസ്റ്റായ മെഹബൂബുൽ ഹക്കും ചേർന്നിട്ടാണ്, അവരുടെ ഗൈഡൻസിലാണ് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അമർത്യ സെന്നിന് നമുക്കറിയാം നമ്മുടെ നോബൽ ലോറൈറ്റ് ആണ്, നോബൽ പ്രൈസ് വിന്നർ ആണ്. 1998 അദ്ദേഹത്തിന് എക്കണോമിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. നോബൽ പ്രൈസ് കിട്ടിയ ഇന്ത്യക്കാരനാണ്, എക്കണോമിക്സിൽ ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 1990 തൊട്ടാണ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്. UNDP ആണ്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ട രണ്ടുപേര് മെഹബൂബുൽ ഹക്കും അമർത്യ സെന്നുമാണ്. അപ്പൊ ഇതെന്താണ്, ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മെഷറാണ്, സമ്മറി മെഷറാണ് ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ. ഒരു രാജ്യത്തെ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ സമ്മറി മെഷറാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഇത് മെഷർ ചെയ്യുന്നത് ആ രാജ്യത്തെ 3 ബേസിക് ഡയമെൻഷൻസ്, ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ 3 ബേസിക് ഡയമെൻഷൻസ് ഉപയോഗിച്ചിട്ടാണ്. അതായത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഒരു രാജ്യത്തെ ജനതയുടെ ഹെൽത്ത്, അവരുടെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇങ്ങനെ 3 അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് അവർ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ പറയാനുള്ളത്. ആ ഇയർ ശ്രദ്ധിക്കുക, ആരാണിത് പബ്ലിഷ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക, ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന എക്കണോമിസ്റ്റുകളെ കുറിച്ച് ആലോചിക്കുക. അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തയ്യാറാക്കുന്ന ബേസിക് ഡയമെൻഷൻസ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമ്മൾ ശ്രദ്ധിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ HDI ഇൻഡെക്സ് 2020 ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ റാങ്ക് 131 189 രാജ്യങ്ങൾക്കിടയിൽ നിന്നും ഇന്ത്യക്ക് കിട്ടിയ റാങ്ക് 131. അത് പ്രിലിമിനറി പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ 2020 ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലെ റാങ്ക് 131 ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിയുടെ 3 സെക്ടേഴ്സ് ഉണ്ട്. ഇന്ത്യൻ എക്കണോമിയുടെ 3 സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് റഫായിട്ട് ഒന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ. ഇതാണ് ഇന്ത്യൻ എക്കണോമിയുടെ 3 പ്രധാനപ്പെട്ട സെക്ടേഴ്സ്: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ. പ്രൈമറി സെക്ടറിൽ വരുന്നത് അഗ്രികൾച്ചർ ആണ്. അഗ്രികൾച്ചറിൽ ഫിഷിംഗ്, മൈനിങ് എന്നിവ ഉൾപ്പെട്ട് വരാം. പ്രൈമറി സെക്ടർ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ സെക്കൻഡറി സെക്ടർ എന്ന് വെച്ചാൽ ഇൻഡസ്ട്രി, വ്യാവസായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രൊഡക്ഷനും കൺസ്ട്രക്ഷനും ഒക്കെ അതിനകത്താണ് ഉൾപ്പെട്ട് വരുന്നത്. അടുത്തത് ടെർഷ്യറി സെക്ടർ ആണ്. മൂന്നാമത്തെ സെക്ടർ സർവീസ് സെക്ടർ ആണ്. സർവീസ് സെക്ടർ നമുക്കറിയാം, ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ട്, എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള സർവീസ് മേഖലകളൊക്കെ ടെർഷ്യറി സെക്ടറിലാണ് വരുന്നത്. അപ്പം 3 സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ. ഇതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഇന്ത്യൻ എക്കണോമി ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീടുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ഇതിനോടൊപ്പം, അതായത് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന PDF നോട്ട്സും അതുപോലെ തന്നെ ബ്രൈറ്റ് ബിഗിനേഴ്സിന്റെ ടെലഗ്രാം ചാനലിൽ ഉള്ള നോട്ട്സും വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക കാര്യങ്ങൾ. മെയിൻസ് പരീക്ഷയ്ക്കും പ്രിലിമിനറി പരീക്ഷയ്ക്കും നന്നായിട്ട് ഉപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താങ്ക് യു.